ഉരുൾ ദുരന്തത്തിൽ പൊലിഞ്ഞ ഉറ്റവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് ചൂരൽമല നിവാസികൾ. ജനിച്ചു വളർന്ന മണ്ണിലേക്ക് പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പുഷ്പമർപ്പിക്കാൻ എത്തിയവർക്ക് കണ്ണീരടക്കാൻ കഴിയുന്നില്ല. ചൂരൽമലയിൽ നിന്നും അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചൂരൽമല മുണ്ടക്കൈ ഓർമ്മ ദിനത്തിൽ തങ്ങളുടെ ഓർമ്മകൾ പുതുക്കുവാൻ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പുഷ്പമർപ്പിക്കാൻ നിരവധി പേരാണ് ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുള്ളത്, ചൂരൽമലയിലേക്ക് എത്തിയിട്ടുള്ളത്. അവരെല്ലാവരും പുഷ്പങ്ങൾ അർപ്പിക്കുന്നത് നമുക്ക് കാണാം. അമ്മമാരും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഇവിടെ പുഷ്പം അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഇത്രയും ആളുകൾ, മരണപ്പെട്ട ആളുകൾക്ക് മുമ്പിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവർ തങ്ങളുടെ സ്നേഹം അവരുടെ പങ്കുവയ്ക്കുകയാണ്. ഒരു വർഷമായി വിങ്ങലൊക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പുഷ്പം അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജനശബ്ദം ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. വലിയ സങ്കടത്തിലാണെന്ന് അറിയാം. വളരെ സങ്കടമാണ്. ഞങ്ങളുടെ കൂടെ ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന ആളുകൾ, ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾ, ബന്ധുജനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇന്നൊരു വർഷം പൂർത്തിയാകുകയാണ്. എങ്ങനെയാണ് അവരോട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള അറിയുന്നില്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങളിവിടെ മനസ്സർപ്പിച്ച് ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്വർഗ്ഗമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ മൃതഭൂമി പോലെ കാണുന്ന ഈ ടൗണായിരുന്നു ഞങ്ങളുടെ സ്വർഗം. അത് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ഇതിന്ന് റിക്കവറായി വരും. പിന്നീടും ഈ പ്രദേശത്ത് ഞങ്ങൾ വീണ്ടും എത്തുമ്പോൾ വീണ്ടും ഞങ്ങൾ ആ തകർന്ന മനുഷ്യരായി തന്നെ മാറുകയാണ്. ഞങ്ങൾ ഇന്ന് കരകയറാൻ എന്ന് കഴിയും എന്നുള്ളൊരു സങ്കടത്തിലാണ് ഞങ്ങളെന്നുള്ളത്. തീർച്ചയായും അത്തരത്തിൽ തന്നെ വലിയൊരു ദുഃഖത്തിൽ നിന്നും നമ്മൾ ഇന്ദിരാൻ തന്നെ നമുക്ക് ഇനിയും പുനർജീവിക്കേണ്ടത്. ഞങ്ങൾ ഈ ആളുകളെ, സാധാരണ ആളുകൾ നമ്മളിൽ നിന്നൊക്കെ മരിച്ചു പോകും, മരണപ്പെട്ടു പോകും. ഇവർ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയതായിട്ട് പോലും ഞങ്ങളിൽ നിന്ന് പറിച്ചെടുക്കുക ചെയ്ത്. അത് വലിയൊരു രാവിലെ തലേദിവസത്തിൽ ഒരുത്തൻ എനിക്ക് തലേദിവസം രാത്രി ഒരു ദൊരേസ്വാമി ഉണ്ട്. തലേദിവസം രാത്രി എനിക്ക് ചക്ക കൊണ്ട് തന്ന ആളാണ്. രാത്രി 9 മണിക്ക് ചക്ക കൊണ്ട് തന്ന് പിറ്റേ ദിവസം രാവിലെ ഇല്ലാത്ത ദൊരേസ്വാമി. എൻ്റെ കുടുംബത്തിൽ 26ഓളം പേര് ഈ ഫോട്ടോയിലുണ്ട്. ഞങ്ങൾ വലിയ എന്താ പറയുക, എല്ലാ തരത്തിലും ഇല്ലാതായ ആളുകളാണ് ഞങ്ങൾ. എല്ലാ തരത്തിലും ഇല്ലാതായ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ മരിച്ചു പോയവരെക്കാൾ പ്രയാസത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇതിലും നല്ലത് ഈ ആളുകളൊക്കെ ചിന്തിക്കുന്നത് മരിച്ചു പോയാൽ മതിയായിരുന്നു. അത്രയും വേദനയിൽ ഞങ്ങളെ കൂടെയുള്ളവർ മരിച്ചുപോയി. അതിലുപരി ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിൽ ജീവിതമാർഗം ഉണ്ടായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയി. എല്ലാം പോയ ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് കരുതി വേദനയിൽ നിൽക്കുക. ഞങ്ങൾക്കൊക്കെ തോന്നുന്ന, പല ആളുകൾക്കും തോന്നുന്നത് ഇവരെ കൂടെ പോയാൽ മതിയായിരുന്നു എന്ന് പോലും തോന്നുന്ന ആളുകളുണ്ട്. ഇവിടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണാമം അറിയിക്കുക. തീർച്ചയായും അത്തരത്തിലാണ് അമ്മമാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് ഓർക്കാൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത്രയ്ക്കും വിഷമമാണ് നമുക്ക്. കാരണം നമ്മളെ കൂടെ ഉള്ളവർ ഇല്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഇങ്ങോട്ട് വേലിപ്പാലത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കത് അറിയാൻ കഴിയുള്ളൂ. കൂടെ ജനിച്ച് കളിച്ച് വളർന്നവരാണ് നമ്മളെ വിട്ടു പോയിട്ടുള്ള. സഹിക്കാൻ കഴിയില്ല, പറയാനൊന്നും കഴിയില്ല. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഇവരെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അവർക്ക് മനസ്സ് പറിച്ചു വെക്കുന്ന ഒരു വേദനയാണ് അവർക്കുള്ളത്. അവരുടെ മുൻപിൽ വന്ന് പുഷ്പാർച്ചന ചെയ്യുമ്പോൾ എവരുടെയും കണ്ണിൽ ഈറനണിയുന്നുണ്ട്, എവിടെയും കണ്ണുനീർ പൊടിയുന്നുണ്ട്. അത് തന്നെയാണ് നമുക്ക് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണിത്. ആ ദുരന്തമുണ്ടായ ഒരു സമയത്തേക്കാൾ അതിഭീകരമായി തന്നെ അതിലും അധികമുള്ള ഒരു വിഷമം ഇപ്പോൾ തോന്നുന്ന ഒരു സാഹചര്യം, ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വലിയ രീതിയിൽ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആളുകൾക്ക് ആ പുഷ്പാഞ്ജലി, ഇത്തരത്തിൽ പുഷ്പം അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സ്നേഹം അവരെ അറിയിക്കുകയാണ്. തങ്ങളുടെ ഓർമ്മകൾ ഒന്നുകൂടി പുതുക്കിക്കൊണ്ട് അവരുടെ മുൻപിൽ ആ പ്രണാമം അർപ്പിക്കുകയാണ് ഓരോരുത്തരും.